വെൽക്കം ടു ഡേ 1 ഇൻ കോലാലംപൂർ. 3 ദിവസത്തെ ഐലൻഡ് ലൈഫിന് ശേഷം ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് ഞങ്ങൾ ബ്രിക്സ് ഫീൽഡിലെത്തി. ഇവിടെ ഫസ്റ്റ് കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറി ദോശ കഴിക്കാനായിട്ട്. ദോശ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഞങ്ങളിപ്പോൾ ദോശയൊക്കെ കഴിച്ച് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടെ ഒന്ന് നടന്നു നോക്കുവാണ് എന്താ വൈബ് എന്ന് അറിയാൻ വേണ്ടി. ആക്ച്വലി ദിവാലിയാണ് നെക്സ്റ്റ് വീക്ക്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ദിവാലി പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ കടകളാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു തമിഴ് പാട്ടാണ്. ചെന്നൈ എത്തിയ പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഫുൾ ഷോപ്സ് ആണ്. ഞങ്ങളിപ്പോൾ തിയാൻഹു ടെമ്പിളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ടെമ്പിൾസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. ചൈനീസ് സീ ഗോഡസ് മാസിനെ വർഷിപ്പ് ചെയ്യുന്നൊരു ടെമ്പിളാണിത്. സോ ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇതെന്തോ ഏക്കർ കണക്കിന് ലാൻഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോ കോർണറും ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത്. വൺ തിങ്, ഇവിടെ ആക്ച്വലി കുറച്ച് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി വെരി ഹോട്ട്. ഇനി ഞങ്ങൾ ഗ്രാബ് പിടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകും. ഹലോ. സോ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കോലാലംപൂരിലെ 3rd സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് മെർഡക്ക സ്ക്വയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഇവിടെയാണ് മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത് ഫ്രം ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അപ്പോൾ അവരുടെ റൂൾ എൻഡ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് മലേഷ്യൻ ഫ്ലാഗ് റേസ് ചെയ്ത സ്പോട്ടാണ് ഈ മെർഡക്ക സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും കുറേ പല പല ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പല ലാൻഡ്മാർക്സും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ക്വയറിലാണ്. സോ ഇത് കാണാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദി സ്പോട്ട്. ഇവിടെ ആയിരിക്കണം ഇൻഡിപെൻഡൻസ് ഡേ പരേഡ്സ് ഒക്കെ നടക്കുന്നത്. ഇതിന് ചുറ്റും KL ഗാലറി ഉണ്ട്, ഒരു മോസ്ക് ഉണ്ട്, പല പല സാധനങ്ങളും ഉണ്ട് ഇതിന് ചുറ്റും. ആൻഡ് ഇവിടെ നമുക്ക് 2nd tallest ബിൽഡിംഗ് ഇൻ ദ വേൾഡ് കാണാം. ദാറ്റ് ഈസ് മെർഡക്ക 118. ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ് വാസ് ഷോ ദാറ്റ് മലേഷ്യ ഫ്ലാഗ് വാസ് റേസ് ടു റീപ്ലേസ് ദ യൂണിയൻ ജാക്ക് ഓൺ 31st August 1957. നമുക്ക് ഫ്രീഡം കിട്ടി 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഫ്രീഡം കിട്ടിയത്. ദി ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് മലേഷ്യ. സോ ദിസ് ഇസ് ബേസിക്കലി ദി ഇൻഡിപെൻഡൻസ് സ്ക്വയർ. വഴിയിലൊരൊറ്റ വണ്ടി ഇല്ലാഞ്ഞിട്ടും സിഗ്നൽ വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. നമ്മളവിടെ കാണാത്തൊരു സംഭവമാണ്. ഈ കോലാലംപൂർ സിറ്റി ആക്ച്വലി വാക്കിംഗ് ടൂർസ് ഒക്കെ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വാക്കാണ് കൊളോണിയൽ വാക്ക്. കൊളോണിയൽ ഏരിയയിൽ ഉണ്ടായിരുന്ന പല ബിൽഡിങ്സ്, ലാൻഡ് മാർക്സ് അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാക്കാണിത്. ഇത് ഇദത്രൻ മെർദക്ക, അതായത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ തുടങ്ങി അതിന് ചുറ്റുമുള്ള പല ബിൽഡിങ്സും കവർ ചെയ്യും. അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങും മോസ്കും. അതുകൂടാതെ ഇവിടെ KL സിറ്റി ഗാലറി, ലൈബ്രറി, പിന്നെ ഒരു ടെക്സ്റ്റൈൽ മ്യൂസിയം, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ, പിന്നെ ഒരു ഹൈക്കോർട്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഈ വാക്കിൽ. ലപ്പൻ മീൻസ് 7, 8. 6, 7, 8, 9, 10, 11. So basically they counted in Malay language. So ഇതായിരുന്നു സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്. ബട്ട് ഇത് ക്ലോസ് ഫോർ റെനോവേഷൻ ആണ്.
ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈസ് സെൻട്രൽ മാർക്കറ്റ്. അവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാൻ പ്ലാൻ. എന്തോ ഒരു ഷോപ്പിംഗ് ഏരിയ ഓർ മോൾ ടൈപ്പ് ഓഫ് സാധനമാണ്. പോയി നോക്കാം. ഉള്ളത് പെറ്റ്ലിംഗ് സ്ട്രീറ്റിലാണ്. ഇത് ഇവിടുത്തെ വളരെ വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. എല്ലാ സാധനങ്ങളുടെയും മറ്റേ സെക്കൻഡ് കോപ്പിയൊക്കെ കിട്ടില്ലേ, വില കുറഞ്ഞിട്ട് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയൊക്കെ ഷൂസ്, ബാഗ്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതേ വാച്ചിൻ്റെ ഒക്കെ കോപ്പീസ് ഉണ്ട്. ഇത് ചൈന ടൗണിലാണുള്ളത്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇവിടെ വരാറുണ്ട്. പെറ്റ്ലിംഗ് സ്ട്രീറ്റിനെ തൊട്ട് ഇതേ ഈ മർഡക്ക 118ൻ്റെ ഭയങ്കര അടുത്തെത്തി. ഒരു ഫ്രെയിമിൽ കൊള്ളുന്നില്ല. അപ്പം ഇതാണ് ഒരു ക്വായ് ചായ് ഹോങ് കാണുന്ന ഒരു സ്ട്രീറ്റ്. ഇത് പെറ്റ്ലിംഗ് സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ. ആൻഡ് ദി സ്ട്രീറ്റ് ഇസ് ലൈക്ക് റിയലി ക്യൂട്ട് ആൻഡ് കളർഫുൾ ആൻഡ് എസ്തെറ്റിക്. അതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നടന്ന് വന്നത്. സോ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. സോ പെട്രോണാസ് ട്വിൻ ടവർ, KLCC, സൂര്യ മോൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. എനിവേസ് പെട്രോണാസ് ടവർ നമുക്ക് ഇവിടെ നിന്നേ കാണാം. ദിസ് ഇസ് എ വ്യൂ ഫ്രം ആ ബാൽക്കണി, ബട്ട് വാവ്, കാൻറ്റ് ഗെറ്റ് ഓവർ ദിസ് വ്യൂ. ഓ മൈ ഗോഡ്. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോണ ബി ഗോയിങ് സംവെയർ ദേർ. യാ, സോ അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ റെഡിയായി. ദിസ് ഇസ് our balcony and this is our room. Wow, huge ass mirror. Yeah, and these are our outfits. All black. Blending into the night. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് സലോമ ലിങ്ക് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂയിങ് ഡെക്ക് പോലത്തെ ഒരു സാധനം. ആൻഡ് ഇതാണ് ബ്രിഡ്ജ്. അതിൻ്റെ മുകളിൽ യു ക്യാൻ സീ ദ പെട്രോണാസ് ട്വിൻ ടവർ, അതിൻ്റെ അപ്പുറത്ത് യു ക്യാൻ സീ ദ KL ടവർ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു എസ്തെറ്റിക് ആണ് ഇവിടെ. സലോമ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. പയ്യെ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോണാസിൻ്റെ ഒരു ടവർ ഇപ്പോൾ കാണാം. ഞങ്ങൾ പെട്രോണാസിൻ്റെ ബേസിലെത്തി. ഇൻസെയിൻ. ഓ മൈ ഗോഡ്, ഒരു ടൈമിൽ ഇത് കിട്ടാവില്ല. ഇതാണ് നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ. ലോങ്സ്റ്റ് അല്ല, ടോളസ്റ്റ് ട്വിൻ ടവർ ഇൻ ദ വേൾഡ്. കണ്ടിട്ടും മതിയാവുന്നില്ല. പത്ത് മണി കഴിഞ്ഞതുകൊണ്ട് സൂര്യ മോൾ ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾ പോസ്റ്റാണ്. ഇവിടെ അടുത്തൊരു ഞങ്ങൾ കഴിഞ്ഞോണം വന്നപ്പോൾ പോയൊരു കഫേ ഉണ്ട്. സോ അവിടെ പോകാനാണ് ഇപ്പം ഞങ്ങളുടെ പ്ലാൻ. ഈ സ്ട്രീറ്റ്സ് കാണാൻ ഭയങ്കര രസമാട്ടാ. ലൈക്ക് സോ ഗുഡ്. സോ അതാണ് നമ്മുടെ പബ്, ബാർ ആൻഡ് ഗ്രിൽ.
അങ്ങനെ ഒരു വിശാലമായ ഡിന്നർ പ്ലസ് പൂൾ കളിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡാർക്ക് ഹോസിൽ നിന്ന് ഇറങ്ങി. അയ്യോ, ഡാർക്ക് ഹോസ് അവിടെ യാ ആൻഡ് ഇപ്പോൾ തിരിച്ചു പോവാണ്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഡേ 1 ഇൻ കോലാലംപൂർ. വെൽക്കം ടു ഡേ 2 ഇൻ കോലാലംപൂർ. പുറത്ത് പോയി കഴിക്കാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. സോ റൈറ്റ് നൗ വി ആർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ വ്യൂ ഓഫ് ദി പെട്രോണാസ് ട്വിൻ ടവേഴ്സ്. അപ്പം ഞങ്ങൾ ഇന്ത്യൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. ദോശയും മസാല ദോശയും ചായയൊക്കെ ഓർഡർ ചെയ്തു. ഇതൊരു സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്, ആരും മൈൻഡ് ചെയ്യണ്ട. സോ യാ, ഇതാണ് നമ്മുടെ ഡേ 2ൻ്റെ ബിഗിനിങ്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബാട്ടു കേവ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വേറൊരു രാമായണ കേവ്സും ഉണ്ട് ഈ കോംപ്ലക്സിൽ തന്നെ. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാച്യു. ഇതൊരു ഹനുമാൻ സ്റ്റാച്യു ആണ്. ഓ, ഇതാണ് ഈ കോംപ്ലക്സ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട്. എനിവേസ് ഫസ്റ്റ് നമുക്ക് രാമായണ കേവ്സിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ കയറാൻ ടിക്കറ്റ് എടുക്കണം. ഓരോ ടിക്കറ്റിനും 15 RM. അപ്പോൾ 3 ടിക്കറ്റിനും കൂടെ 45 RM എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൗണ്ട് 1000 രൂപ. ഏതോ ഒരു കേവിൽ കൂടെ നുഴഞ്ഞു പോകുന്നുണ്ട്. അയൻ കമ്മിങ്. ഞാൻ മനസ്സിലാട്ടോ. അപ്പോൾ ആ തൊളയിൽ കൂടെയാണ് അവൻ പോയത്. ആ തൊളയിൽ കൂടെ പോയാൽ ഈ തൊളയിൽ കൂടെ തിരിച്ചു വരും. ഈ രാമായണ കേവ് എന്ന് പറയുന്നത് നമ്മുടെ ബാട്ടു കേവ്സ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു മാൻമെയ്ഡ് കേവാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ രാമായണത്തിൻ്റെ ഫുൾ സ്റ്റോറി ഇങ്ങനെ സ്റ്റാച്യൂസ്, മ്യൂറൽസ് ഇതെല്ലാം വെച്ച് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കേവാണിത്. ആൻഡ് ഇത് അട്രാക്റ്റീവ് ആക്കാനായിട്ട് അവരതിൻ്റെ ഉള്ളിൽ ഫുൾ LED ലൈറ്റിങ്സ്, പിന്നെ വാട്ടർ ഫാൾസ്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേക ഒരു സെറിയൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. സോ കളർഫുൾ ആൻഡ് ബ്രൈറ്റ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് രാമായണത്തിൻ്റെ ഫുൾ സ്റ്റോറി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദ ഫേമസ് ബാട്ടു കേവ്സിന് മുമ്പിലാണ്. അപ്പോൾ ഇതൊരു ഫേമസ് റിലീജിയസ് ടെമ്പിൾസ് ആണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഹിന്ദു ടെമ്പിൾസ് ആണ്. ആൻഡ് ഇതിൻ്റെ മുകളിലെ കേവിലേക്ക് എത്താൻ വേണ്ടി 272 സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്യണം. അതാണ് ആ കളർഫുള്ളായിട്ട് കാണുന്ന സ്റ്റെപ്സ്. അപ്പോൾ ആ സ്റ്റെപ്സ് നമ്മളിപ്പോൾ ക്ലൈംബ് ചെയ്യാൻ പോവാണ്. എന്തോരം കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ലെഗ് എക്സസൈസ് ഒക്കെ ചെയ്യാണ് സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുന്നതിൻ്റെ വോമപ്പായിട്ട്. ഈ സ്റ്റെപ്സ് മുഴുവൻ കയറാൻ റെഡിയാണോ? റെഡി. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്സ് മൊത്തം കയറി ബാട്ടു കേവ്സിൻ്റെ ഉള്ളിലെത്തി. സോ ഇവിടെ ഒരു മഴ പെയ്യാൻ പോകുന്ന വെതറാണ്. സോ ഇറ്റ്സ് സോ വിൻഡി. യാ, ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ലൈക്ക് നമ്മൾ ആ 272 സ്റ്റെപ്സ് കയറി മുകളിലെത്തി കഴിയുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനായിട്ട്. സോ ഇപ്പോൾ നമ്മൾ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിപ്പം മഴയാണ്. So this is our last night in KL. So based on the friends, we are going to Bukit Bintang area and into the Petronas area. ഒന്നും planned അല്ല, we just gonna
എന്താണ് ഇപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഗ്രാബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഏരിയ നിങ്ങൾ മിസ് ചെയ്യരുത്. ബുക്കിറ്റ് ബിൻടാങ് വെൻ യു കം ടു KL. സോ ദാറ്റ്സ് വെൽക്കം ടു ലാസ്റ്റ് ഡേ ഇൻ KL. ആൻഡ് ഇന്ന് നമ്മുടെ ഐറ്റിനറി ഈസ് ടു വിസിറ്റ് ദ പെട്രോണാസ് ടവർ. ആദ്യം തന്നെ പെട്രോണാസ് ടവറിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജിൽ കയറാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ലോബി. ഒരു പെട്രോണാസിൻ്റെ ഒരു റേസിംഗ് കാറും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ കൂടെ പിക്ക് എടുക്കാൻ നിൽക്കാം. നമ്മൾ ഇപ്പോൾ ലിഫ്റ്റ് കയറി പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ആ 2 ടവേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ദിസ് ഈസ് അറ്റ് ദി 41st ഫ്ലോർ ആൻഡ് 170 meters ഹൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടവർ 2 കയറും ആൻഡ് ഈ ബ്രിഡ്ജ് എത്തും. ആൻഡ് ഷോ യു ദ വ്യൂ. അപ്പോൾ നമ്മൾ ആ സലോമ ലിങ്ക് ബ്രിഡ്ജ് കണ്ടില്ലേ, അതാണ് ഇത് ഇവിടെ ചെറുതായിട്ടിവിടെ കാണുന്നത്. അപ്പോൾ ഇത് സൂര്യ KLCC മോളാണ് താഴെ. അതിൻ്റെ മുമ്പിൽ ഈ ഫൗണ്ടൻ ഷോ ഉണ്ട്. ദിസ് ഇസ് ദ KLCC പാർക്ക് ആൻഡ് ഇത് ബ്രിഡ്ജിൻ്റെ നടുക്കുന്നുള്ള വ്യൂ. അപ്പോൾ 41st ഫ്ലോറിലെ സ്കൈ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മളിപ്പോൾ 86th ഫ്ലോറിൽ വന്നു. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. അതായത് നമ്മൾ ഈ ടവറിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ടവറിൻ്റെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ 86th ഫ്ലോറിലുള്ള വ്യൂ. ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഈ ലെവലിൽ പോകുന്നു. What do you think about the Petronas Twin Tower? Blown mind. അങ്ങനെ ഞങ്ങൾ പെട്രോണാസ് ട്വിൻ ടവേഴ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി നമ്മുടെ സൂര്യ KLCC മോളിലേക്കുള്ള എൻട്രി ഉണ്ട്. സോ ഇപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. ഇപ്പോൾ ഈ സൂര്യ KLCC നിൽക്കുന്നതിൻ്റെ ഇവിടെ ഒരു വലിയൊരു പാർക്കുണ്ട്. ആ പാർക്കിലാണ് KLCC പാർക്ക് എന്ന് പറയും. ആ പാർക്കിലാണ് ഈ ഫൗണ്ടൻ ഷോ. അത് ഈ മോളുടെ തൊട്ട് ഇവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ആൻഡ് ഈ പാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോണാസിൻ്റെ നല്ല വ്യൂ ഒക്കെ കിട്ടും. ആൻഡ് ഇറ്റ്സ് സോ ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ പാർക്ക് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. KL സിറ്റിയുടെ ഒരു പ്രൈം ഏരിയ ആണ് ഈ KLCC പാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരുപാട് ലോക്കൽസും ടൂറിസ്റ്റും എല്ലാം വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളിവിടെ വെറുതെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബ് പിടിക്കാൻ വന്നേക്കാണ്. ഈ വർത്തിന്ന് പോയാണ് അതിന്റെ കഥ എഴുതി വെച്ചേക്കാണ്.
ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. റൈറ്റ് നൗ വി ആർ റെഡി ടു ഗോ ടു ദ എയർപോർട്ട്. നേരെ എയർപോർട്ടിൽ പോയി ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകും. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് മൈ വ്ലോഗ്. ബൈ ബൈ. ലാസ്റ്റ് വ്യൂ കണ്ടോളൂ. നിന്റെ വരയല്ല.